ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 299 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ാമത്തെ ഭാഗത്തേക്ക് ഏവരെ ക്ഷണിച്ചുകൊള്ളുന്നു. പഴയ നിയമത്തിലെ സകല പ്രവാചകന്മാരും നമ്മുടെ കർത്താവായ യേശുവിന്റെ വരവിനെ അവർ ലോകത്തോട് അറിയിച്ചവരായിരുന്നു. എല്ലാ പ്രവാചകന്മാരും. അതിൽ ചിലവ് മാത്രം ഞാൻ എടുത്തു വരാൻ താല്പര്യപ്പെടുന്നു. BC 1000 ജീവിച്ച ദാവീദ് പറയുന്ന കേൾക്കൂ. 2-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം, ഞാൻ എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. പാട്ടുകാരനായ ആസാഫ്, അദ്ദേഹം ഗായക സംഘത്തിന്റെ ലീഡറായിരുന്നു. BC 1000 ജീവിച്ച അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക, നമ്മുടെ കർത്താവ് വരുന്നു, മൗനമായിരിക്കയില്ല. പണ്ടൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ, ഒരു 50 വർഷങ്ങൾക്ക് മുമ്പേ സഭായോഗത്തിന് നടന്നു പോകുമ്പോൾ അവര് വാക്യങ്ങൾ വിളിച്ചു പറഞ്ഞു പോകുമായിരുന്നു, ആരാധനാലയം വരെയും. ഇപ്പോൾ അതിന്റെ കാലവും കഴിഞ്ഞു, ആർക്കും താല്പര്യമില്ല. യേശു ഭാവി രക്ഷിക്കുന്നു, രോഗി സൗഖ്യമാക്കുന്നു, അവൻ രാജാതി രാജാവായി വേഗം വരുന്നുള്ള വാക്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് അവർ യാത്ര ചെയ്തത്. അസോ പറയുന്നു, ഞാൻ മൗനമായിരിക്കയില്ല. തന്റെ ജനത്തെ ന്യായം വിധിപ്പാൻ അവൻ ആകാശത്തെയും ഭൂമിയെയും അവൻ മേലിൽ നിന്നും വിളിക്കുന്നു. ഇന്നത്തെ ശാസ്ത്രലോകം നമ്മൾ സംസാരിക്കുന്നതെല്ലാം ഈ വായുമണ്ഡലത്തിലുണ്ട്, ആകാശഗംഗയിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിനൊന്നും അറിയലായിരുന്നെങ്കിലും ദൈവം പറഞ്ഞത് വിളിച്ചു പറഞ്ഞു. അതിനകത്ത് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം, നമ്മുടെ കർത്താവ് വരുന്നു, മൗനമായിരിക്കയില്ല. ആമോസ് എന്ന പ്രവാചകൻ ഒരു പാവപ്പെട്ടവനാണ്. താൻ പറയുന്നത്, ഞാൻ പ്രവാചകനുമല്ല, പ്രവാചക ശിഷ്യനുമല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി കാട്ടത്തിപ്പഴം പറക്കുകയും ആടുകളെ മേയ്ക്കുകയുമായിരുന്നു. കാട്ടത്തിപ്പഴം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കാട്ടത്തിപ്പഴമല്ല. യഹൂദർ ഒരിക്കലും അത്തിപ്പഴം താഴെ വീണ് എടുക്കുകയില്ല. അതെ, പാവപ്പെട്ടവരായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കും. നമ്മുടെ ആമോസ് അതെടുക്കുകയും ആടുകളെ തീറ്റുകയും ചെയ്യുന്ന ജോലിയായിരുന്നു. അത്ര പാവപ്പെട്ടവനായിരുന്നു. പക്ഷെ ദൈവം ആമോസിനെ ഒരു പ്രവാചകനാക്കി. BC 800 അദ്ദേഹം വിളിച്ചു പറയുന്നു, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, ദൈവമക്കളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് ഒരുക്കമുണ്ടോ? ഇന്നത്തെ ആത്മീയ അന്തരീക്ഷം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പറയാൻ താല്പര്യമില്ല. അത്രമാത്രം വളരെ താന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിലും ഒരു കൂട്ടം ദൈവമക്കൾ യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ 700-750 കാലയളവ് ജീവിച്ചത്. 40-ാം അധ്യായം അതിന് 10-ാമത്തെ വാക്യം, കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. നമ്മൾ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുകയും ദൈവത്തിന് വേണ്ടി ചെലവാക്കുകയും ദൈവത്തിന് വേണ്ടി ഓടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ കൂലി അവന്റെ പക്കലുണ്ട്. പ്രതിഫലം തരുന്നൊരു ദിവസമുണ്ടെന്ന് നമ്മുടെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാ വിളിച്ചു പറയുന്നു.
യോവേൽ പ്രവാചകൻ BC 700 ജീവിച്ച യോവേൽ പ്രവാചകൻ 1-ാമത്തെ വാക്യം 4-ാമത്തെ വാക്യം വരെ അന്ത്യകാലത്തെ യഹോശാ പർവ്വതത്തിൽ ഒരു മഹായുദ്ധത്തെ പറ്റി പ്രവചിക്കുന്നു. എന്താണ് യഹോശാഫാത്ത് പർവ്വതത്തിന്റെ അടിവാരത്തിൽ യുദ്ധം എന്ന് പറയുന്നത്? തന്റെ മഹത്വ പ്രത്യക്ഷതയിൽ അനന്തകോടി ദൂതന്മാരും കോടിക്കണക്കിന് ശുദ്ധന്മാരും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സംഭവമാണ് യോവേൽ പ്രവാചകൻ പ്രസ്താവിച്ചിരിക്കുന്നത്. മീഖയെ നോക്കാം. മീഖ BC 700 ജീവിച്ച മനുഷ്യൻ. 1-ാമത്തെ വാക്യം 4-ാമത്തെ വാക്യം വരെ വരുവീൻ, യഹോവയുടെ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. നോക്കിക്കോണം, യഹോവയുടെ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. അടുത്തു പറയുന്നത് ഒരു ജാതിയും വാൾ ഓങ്ങിയില്ല, യുദ്ധം അഭ്യസിക്കൽ. കാരണം അന്ന് രാജാവ് ഇവിടെ ലോകത്തെ ഭരിക്കുമ്പോൾ ആരുടെ കയ്യിലും വാളില്ല, തോക്കില്ല, ഒന്നുമില്ല, അഭ്യാസമില്ല, നടക്കുകയില്ല. നമ്മുടെ കർത്താവായിരിക്കും ഭരിക്കുന്നത്. മലാഖി പ്രവാചകൻ പറയുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. ഓ, എന്തൊരു ഭയങ്കരമാണ്! ചൂള പോലെ കത്തുന്ന ദിവസം വരുന്നു. പണ്ടൊക്കെ പരസ്യത്തിലൊക്കെ വിളിച്ചു പറയാമായിരുന്നു, ചൂള പോലെ കത്തുന്ന ദിവസം വരുന്നു. നീതി സൂര്യൻ തന്നെ ചിറകൻ കീഴിൽ ലോകോപശാന്തിയോടുകൂടെ വരുമെന്നും മശിഹായുടെ വീണ്ടും വരവിനെ പറ്റി മലാഖി പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിലെ സകല പ്രവാചകന്മാർക്കും അവരേറ്റവും പ്രധാനമായ വിഷയം കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ പെന്തക്കോസ്തുകാരാണ്, അല്ലെങ്കിൽ വിശ്വാസികളാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ്, ഞാൻ ഇന്ന സഭയെ കൂടുന്നു എന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മത്തായി സുവിശേഷം 10 കന്യകമാരെ നോക്കൂ. ഒരു 10 പേര് ഒരു സഭയിലെ, അവർ 10 പേര് വിശ്വാസികളാണ്, അവർ 10 പേര് സാരപ്പെട്ടവരാണ്, അവർ 10 പേരും അന്യഭാഷ ആത്മസാനം പ്രാപിച്ചവരാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? ആർക്കും തിരിച്ചറിയാൻ പറ്റിയില്ല. ഇന്നത്തെ അവസ്ഥ ഇതാണ്, ആർക്കും തിരിച്ചറിയുന്നില്ല. സ്വത്രമുണ്ട്, അല്ലെങ്കിൽ അന്യഭാഷയുണ്ട്, പക്ഷേ ഇവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവ് അല്ലായിരുന്നു. ഒത്തിരി തെളിവുണ്ട്. ഞാൻ തെളിവുകൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം നമ്മുടെ കർത്താവിന്റെ വരവിൽ, മണവാളന്റെ വരവിൽ അന്ന് തിരിച്ചറിയും ദൈവത്തിന് പരിശുദ്ധാത്മാവാണോ അതോ പിശാചിന്റെ ആണോ തിരിച്ചറിയുന്നത് യേശുവിന്റെ വരവിലാണ്. അവരെ കണ്ട തിരിച്ചറിയലായിരുന്നു. പക്ഷെ മണവാളം വരുന്ന ആർപ്പ് കേട്ടപ്പോൾ ഇവരുടെ വിളക്ക് കത്തിയില്ലെന്ന്, കത്താൻ പറ്റുന്നില്ല. അവർ ചെയ്യുന്നത് പോലെ വിൽക്കുന്ന സ്ഥലത്ത് പോയി വാങ്ങിച്ചു. ഇതിന്ന് ഒരുപാട് വിൽപ്പനയുണ്ടല്ലോ നമ്മുടെ കേരളത്തിലും. ഇന്ന് ആത്മാവിനെ വിൽക്കുന്നവരുണ്ട്, അന്യഭാഷ പകർന്നു കൊടുക്കുന്നവരുണ്ട്, അങ്ങനെ കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉള്ളത്. അവിടെ ചെന്നു, എണ്ണ കിട്ടി, പക്ഷേ അവരും പോയില്ല, ആ കച്ചവടക്കാരും പോയില്ല. എന്റെ ലാംഗ്വേജ് പറയുകയാണ്. എണ്ണ കിട്ടി, തിരിച്ചു വന്നു, പക്ഷേ മണവാളൻ വന്നു, വാതിലടച്ചു, തള്ളപ്പെട്ടു പോയി. സ്നേഹിതരെ, എനിക്കൊരു കാര്യം പറയാനുള്ള, അവൻ വരുന്നു, കൈവിടപ്പെട്ട ഭീമമായ നഷ്ടമായിരിക്കും. ഒരുങ്ങുക എന്നുള്ളൊരു സന്ദേശമാണ് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പങ്കിടാം. യേശു വരാറായി. ഭാരതത്തിൽ വരി ഉണർന്നുണ്ടാൻ പോകുന്നു. നിങ്ങളും അതിൽ അംഗമാകൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.